നമസ്കാരം. ആയുർജ്യോതി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജലക്ഷ്മി എം.ആർ. ഇന്ന് ഞാൻ പറയുന്ന നക്ഷത്രം പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രത്തെ പറ്റി പറഞ്ഞാൽ അതിൻ്റെ നക്ഷത്രനാഥൻ എന്ന് പറഞ്ഞാൽ അത് ശുക്രനാണ്. കൂറിൻ്റെ നാഥൻ ചൊവ്വയാണ്. മറ്റൊരു നാഥൻ എന്ന് പറഞ്ഞാൽ അത് വ്യാഴവുമാണ്. അപ്പം ഈ സ്വഭാവ വൈശിഷ്ട്യങ്ങളെല്ലാം ഇവരിൽ പ്രകടമായി കാണാം, വ്യക്തമായും കാണാം. ഈ ചൊവ്വയുടെ ക്രൗര്യഭാവവും ദേഷ്യപ്പെടുന്ന ഭാവവും അതോടൊപ്പം വ്യാഴത്തിൻ്റെ സ്വാത്വിക ഭാവവും രാജസ ഗുണഭാവവും അതോടൊപ്പം തന്നെ ശുക്രൻ്റെ സുഖ സൗകര്യങ്ങളോടുള്ള ആ തൃഷ്ണ, ആഗ്രഹങ്ങൾ, ലൗകിക കാര്യങ്ങളോടുള്ള താല്പര്യം, ഭോഗതൃഷ്ണകൾ ഇതെല്ലാം ഇവരിൽ സമുന്നയിച്ച് കിടക്കുന്നൊരു സ്വഭാവമാണ്. പിന്നെ ഇവരുടെ നക്ഷത്ര ദേവത ജലമാണെന്ന് പറഞ്ഞല്ലോ. നക്ഷത്ര ദേവത ജലമാണ്. അപ്പോൾ ആ ജലത്തിൻ്റെ സ്വഭാവം ഇവരിൽ എപ്പോഴും തെളിഞ്ഞു കാണാം. ജലത്തിൻ്റെ സ്വഭാവം അറിയാമല്ലോ. എത്ര ആഴക്കടലിലേക്ക് ചെന്ന് ശക്തിയായി പതിക്കാനും ഇവർക്ക് കഴിയും. അതോടൊപ്പം തന്നെ സ്വച്ഛന്തമായ ഒരു നദി പോലെ ഇവർക്ക് ഒഴുകാനും അറിയാം. കെട്ടിക്കിടക്കുന്ന ജലമാകാനും ഇവർക്കറിയാം. ഇവർ ഉൾക്കൊള്ളുന്ന ഏത് പാത്രമാണോ, അത് ഏതൊരു കാര്യത്തിലാണ് അന്തർലീനമായി ജലം കിടക്കുന്നത്, ആ ജലത്തിന് ആ പാത്രത്തിൻ്റെ ഷേപ്പായിരിക്കും. അത് ഉൾക്കൊള്ളുന്ന ആ പാത്രത്തിൻ്റെ ആകൃതി ആയിരിക്കും അത് കൈക്കൊള്ളുന്നത്. നമ്മളത് സയൻസിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഏത് കാര്യത്തോടും ഇവർ ഉൾക്കൊണ്ടല്ലോ. അപ്പം ജലത്തിൻ്റെ അതിൻ്റെ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ഏത് തരം സ്വഭാവത്തിലും അല്ലെ ഏത് തരം സാഹചര്യങ്ങളോട് ഇവർക്ക് പൊരുത്തപ്പെടാനുള്ള കഴിവിനെയാണ് ആ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പം ഈ നല്ലതിനോട് ചേരാനും ചീത്തയോട് ചേരാനും ഒക്കെ ഇവർക്ക് കഴിയും. നല്ല സ്വഭാവത്തിൽ തന്നെ പോകും. കാര്യം നല്ല സ്വഭാവം, നല്ലൊരു വ്യക്തിത്വം, പിന്നെ വ്യാഴത്തിൻ്റെ ഒരു ഭാവമുണ്ട്, ശുക്രൻ്റെ ഭാവമുണ്ട്. ശുക്രനാണ് നക്ഷത്രനാഥൻ. ഇതെല്ലാം സമന്വയിച്ച് കിടക്കുന്ന ഒരു നക്ഷത്രമാണ്. അപ്പം നല്ല സ്വഭാവം വരും, ചീത്ത സ്വഭാവം വരും, ദേഷ്യവും വരും, അതിൻ്റെ ഇടയ്ക്ക് സന്തോഷവും വരും. ഇങ്ങനെ മിക്സഡ് ആയിട്ടൊരു സ്വഭാവമായിരിക്കും ഇവർക്ക്. ഒരു പർട്ടിക്കുലർ സ്വഭാവത്തിൽ ഇവർ നിൽക്കുമെന്ന് നമുക്ക് അടിയുറച്ച് പറയാൻ പറ്റത്തില്ല. സ്വഭാവം ഇങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കും. ഏതാണ് ഇവരുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് വിവേചിച്ചറിയാൻ ഭയങ്കര പാടായിരിക്കും. ഇവരുടെ കൂടെ ജീവിക്കുന്ന ഇണകളാകട്ടെ, അല്ലെ ഇവരുടെ ഭാര്യയാകട്ടെ, മക്കളാകട്ടെ, ഏത് വ്യക്തികളാണെങ്കിലും ഇവരുടെ സ്വഭാവം ഒരിക്കലും നമുക്ക് ഈ പൂരാട നക്ഷത്രക്കാരുടെ സ്വഭാവം നമ്മൾ ഒരേപോലെ സ്വഭാവം വരുമെന്നോർത്ത് നമുക്ക് ഇവരോട് പെരുമാറാൻ കഴിയില്ല. കാര്യം സ്വഭാവം ഇങ്ങനെ മാറി 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 ഇവർക്ക് വന്നുകൊണ്ടിരിക്കും. അടിക്കടി സ്വഭാവം മാറുന്ന ഒരു വ്യക്തിത്വമുണ്ട്. കാരണം ഈ ചൊവ്വായുടെയും ഈ വ്യാഴത്തിൻ്റെ ശുക്രൻ്റെ ഒക്കെ ഒരു ഇങ്ങനെ മാറി മറിഞ്ഞ് ഇവരിലേക്ക് അതിൻ്റെ ആ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ ഇങ്ങനെ മാറി, ആ ഗ്രഹങ്ങളുടെ സഞ്ചാരം മൂലം ഈ സ്വഭാവം ഇവരിൽ എപ്പോഴും അന്തർലീനമായി കിടക്കുക. അതിങ്ങനെ മാറി മറിഞ്ഞു വരും. അതുകൊണ്ട് ഒരു സ്റ്റേബിളായിട്ടൊരു സ്വഭാവം ഇവർക്കുണ്ടെന്ന് നമുക്ക് വിവേചിച്ചും പറയാൻ പൂർണ്ണമായും കഴിയില്ല. പിന്നെ മറ്റൊരു കാര്യം ഇവരുടെ എടുത്തു പറയത്തക്കെന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ഇവർക്ക് പിതൃസ്വത്തൊന്നും അനുഭവിക്കാൻ യോഗമില്ലായിരിക്കും. പിന്നെ കൂടുതലും മാതാവിൻ്റെ സ്വത്തും അത്ര കിട്ടാനുള്ള ചാൻസ് ഇല്ല. എന്നാലും കുറച്ചൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. കൂടുതൽ ഇവർക്ക് സഹോദര ഗുണമായിരിക്കും ഉണ്ടാകുന്നത്. സഹോദരങ്ങളെ കൊണ്ടായിരിക്കും ഈ പൂരാട നക്ഷത്രക്കാർക്ക് ഗുണങ്ങൾ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ഇവർക്ക് എടുത്തിയാട്ടം കൂടുതലാണ്. ഏത് കാര്യത്തിനും വെട്ടൊന്ന് തുണ്ടൻ രണ്ടെന്നുള്ളൊരു സ്വഭാവം ഇവർക്ക്. ഏത് കാര്യത്തിനും ഒരു ക്ഷമയോ അല്ലെങ്കിൽ ഒരു സഹനശക്തിയൊന്നുമില്ല. ഏത് കാര്യം പെട്ടെന്ന് ചെയ്തു തീർക്കണം എന്നാണ് ഇവരുടെ ആഗ്രഹവും. അങ്ങനെ തന്നെ ഇവരുടെ സ്വഭാവവും. ഒരു പെട്ടെന്നൊരു ഉപകാരമൊക്കെ ഒരാൾക്ക് ചെയ്യാൻ ഇവർക്ക് പെട്ടെന്ന് ആ ഒരു ഒരു വട്ടം ഇവർക്ക് ആലോചിക്കേണ്ട സമയം വേണ്ട. ഒരു ഞൊടി ഇടയ്ക്കുള്ളിൽ ഇപ്പോൾ ഒരു ആൾക്കൊരു ഉപകാരം ചെയ്യണം, ആ സഡൻലി എടുത്താൽ ഉപകാരം ചെയ്യും. പക്ഷേ 100 വട്ടം ആലോചിക്കുകയും ചെയ്യും. അയ്യോ ചെയ്യണ്ടായിരുന്നു, അത് ചെയ്യണ്ടായിരുന്നു, അങ്ങനെ വേണ്ടായിരുന്നു, അങ്ങനെ തന്നെ ആലോചിച്ച് ഒരു ദിവസം മുഴുവൻ വേണേ അവരിയ്ക്കും. എന്ത് കാര്യത്തിനും ഇവർക്ക് ക്ഷിപ്രമായ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് ഒരു കോപ സ്വഭാവം വന്നാലും പെട്ടെന്ന് അത് പ്രകടിപ്പിക്കും. പിന്നെ ഒരു 100 വട്ടം ഇവർ തിരിച്ച് അതിൽ നിന്ന് ഓവർകം ചെയ്യാനായിട്ട് ആലോചിക്കും. വേണ്ടായിരുന്നു, അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, അത് വേണ്ടായിരുന്നു, അവർക്ക് വേദന ഉണ്ടാക്കിയല്ലോ എന്നൊരു 100 വട്ടം. പക്ഷേ വായിൽ നിന്ന് പോയി കഴിയും. പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവരുടെ വായിൽ നിന്ന് ആ കോപ സ്വഭാവം വെളി വന്നു കഴിഞ്ഞു. എതിർഭാഗത്ത് നിൽക്കുന്നവരും അത് അനുഭവിച്ചും കഴിഞ്ഞു എൻ്റെ ഫലം. പക്ഷേ പിന്നെ 100 വട്ടം ഇവർ ആലോചിക്കുക, അത് വേണ്ടായിരുന്നു, അങ്ങനെ ചെയ്യേണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് സുഖഭോഗ തൃഷ്ണകളിൽ എപ്പോഴും അഭിലഷണീയമായിരിക്കും. നല്ല ആഭരണങ്ങൾ, നല്ല വസ്ത്രങ്ങൾ, നല്ല പാർപ്പിടം, നല്ല ബെഡ്, നല്ല കട്ടില്, അലമാരി, അങ്ങനെ ഏതെല്ലാം ഒരു മനുഷ്യൻ്റെ ഭൗതികമായ സുഖങ്ങൾ ഏതൊക്കെയാണോ അതെല്ലാം ഇവർ നേടിയെടുക്കും ഏത് കഷ്ടപ്പാടിലൂടെയും. പിന്നെ ഇവരുടെ ഏറ്റവും വലിയ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങ് ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആയിരിക്കും. അപ്പം അധ്വാനിക്കുക അത് തന്നെയായിരിക്കും ഇവരുടെ മനസ്സിലെ മന്ത്രം. അങ്ങനെ എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യാൻ യാതൊരു മടിയില്ല. ആ കഠിനാധ്വാനം ചെയ്യുന്നത് മൂലം ഇവർ വിജയത്തിൽ എത്തുക തന്നെ ചെയ്യുകയും ചെയ്യും. പക്ഷെ അത് വളരെ പെട്ടെന്നൊന്നുമല്ല, കുറച്ച് കാലതാമസം എടുക്കും. അങ്ങനെ കാലതാമസം എടുത്ത് ഇവർ ആ വിജയത്തിൻ്റെ പിന്നിക്കൂടി പാറിക്കുക തന്നെ ചെയ്യും. ജീവിത പരീക്ഷയിൽ ഇവർ വിജയിച്ച് മുന്നേറുക തന്നെ ചെയ്യും. കാരണം കഠിന അധ്വാനികളാണെന്നുള്ളത് തന്നെ കാരണം.
ഒരു ചൊല്ലുണ്ടല്ലോ, അലസന്റെ മനസ്സാണ് പിശാചിന്റെ പണിപ്പുര എന്ന്. കാരണം അലസത ഉള്ളവരൊരിക്കലും ഒരു ജീവിതത്തിൻ്റെ ഒരു പന്താവിലും വിജയിച്ച കാണത്തില്ല. അവരോട് കൂടുന്നവരും അലസരാകും. അവരുടെ എല്ലാ പന്താവിലും ഒരു വിജയത്തിൻ്റെ ഒരു വെന്നി കൂടി അവർക്ക് പാറിക്കാൻ കഴിയില്ല. കാരണം ആദ്യമായി അലസതയും മടിയാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പം അതിന് നേരെ ഓപ്പോസിറ്റ് സ്വഭാവക്കാരാണ് ഈ പൂരാട നക്ഷത്രക്കാർ. ഏത് കാര്യത്തിനും അവർക്ക് യാതൊരു മടിയില്ല. 24 hours ഹാർഡ് വർക്ക് ചെയ്യാൻ അവർക്ക് പറ്റും. 24 hours അവർ കഠിനാധ്വാന ജോലികൾ ചെയ്യും. ഏതറ്റം വരെ വേണമെങ്കിലും ഇവർ പോകും. കഠിനാധ്വാനം ചെയ്യാനും കഠിന ജോലികൾ ചെയ്യാനും ഏത് കഷ്ടപ്പാടിനും ഒക്കെ ഇവർ റെഡിയാണ്, ജോലിക്കും ഏത് കാര്യത്തിനും. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിലും ഇവർ നല്ല മിടുക്കർ തന്നെയായിരിക്കും. മിടുക്കരായിട്ട് മുന്നേറുക തന്നെ ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം ഇവരുടെ സ്വഭാവം പറയത്തക്കെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ ഭർത്താവിൽ നിന്നും കുടുംബജീവിതത്തിലും 7ാം ഭാവം കൊണ്ടാണ് കുടുംബജീവിതം നമ്മൾ ചിന്തിക്കുന്നത് ജ്യോതിഷത്തിൽ. അപ്പം ഭർത്താവിൻ്റെ വശത്തിലും വലിയൊരു ഗുണഭാവം ഇവർ കാണുന്നില്ല. പിന്നെ ഒരു ദേഷ്യഭാവം ഒക്കെ ഉള്ളൊരു ഭർത്താവിനെ ആയിരിക്കും ഇവർക്ക് ലഭിക്കുന്നത്. എന്നാലും ഇവരെ നോക്കും, കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾ തന്നെ ആയിരിക്കും. പക്ഷെ ഒരു കോപ സ്വഭാവം കൂടുതലായി ഉള്ള ഒരു പൂരാട നക്ഷത്രക്കാരി സ്ത്രീ ആണെങ്കിൽ അവർക്ക് അനുരൂപനായ ഭർത്താവിനെ ലഭിക്കുന്നത് ഇങ്ങനെയുള്ള ഭർത്താവായിരിക്കും. പിന്നെ ഇവർക്ക് മധ്യവയസ്സിന് ശേഷമാണ് ഒരു ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുന്നതെന്ന് നമുക്ക് പറയാം. ഒരു 35-36 വയസ്സിന് ശേഷം, മിക്കവാറും ഒരു 40 വയസ്സോടുകൂടി തന്നെ ഇവരൊരു കുറച്ചെങ്കിലും ഒരു സ്റ്റേബിളായി വരുന്നതായിട്ട് കണ്ടുവരാറുള്ളൂ. മധ്യവയസ്സ് കഴിയുമ്പോഴാണ് ഇവർക്ക് ശരിക്കും ഒരു നല്ല കാലം, ഇവർക്ക് യഥാർത്ഥമായ ഒരു നല്ല കാലം ലഭിക്കുക എന്ന് പറയുന്നത്. പിന്നെ കയറി ഇറങ്ങി ജീവിതം കിടക്കും. പക്ഷേ എന്നാലും കൂടുതലായിട്ട് അവർ എപ്പോഴും തളരത്തില്ല ജീവിതത്തിൽ ഒരിക്കലും. എന്ത് വന്നാലും സധൈര്യം നേരിടും. ഭയങ്കര വിൽപ്പാറുള്ളൊരു വ്യക്തിത്വങ്ങളാണ്. ഏത് വന്നാലും ഒരു നല്ല തൻ്റെ അടുത്ത് തന്നെ ആ സാഹചര്യങ്ങൾ ഇവർ അതിജീവിക്കും. അല്ല പെട്ടെന്ന് തളർന്ന് തലയും കുത്തി വീഴത്തൊന്നുമില്ല. ഏതൊരു കഷ്ടപ്പെട്ട സാഹചര്യം വന്നാലും ജലമാണല്ലോ ഇവരുടെ ദേവത. അതുകൊണ്ട് ജലത്തിന് ഏതിനോടും ഇണങ്ങിച്ചേരാൻ കഴിയുമല്ലോ. അപ്പോൾ ഏതൊരവസ്ഥ പരന്ന് കിടക്കാനും ജലത്തിന് കഴിയും. ഒഴുകി ഇങ്ങനെ ഓരോ തട്ടായിട്ട് ഒഴുകിപ്പോകാൻ കഴിയും. ആ ജലം തന്നെയാണ് കടലിലെ തിരമാലകളായിട്ട് നമ്മൾ കാണപ്പെടുന്നത്. മഴയാണെങ്കിലും അങ്ങനെ തന്നെ സംഹാരതാണ്ഡവം ആടിപ്പെയ്യുന്ന മഴയുണ്ട്. അതേസമയം നമുക്ക് മൃദുവായിട്ട് ആശ്വാസത്തോടെ നോക്കി നിൽക്കാവുന്ന ചാറ്റമഴയും ഈ ജലം തന്നെയാണ്. അങ്ങനെ ഈ ജലത്തിൻ്റെ ഏതവസ്ഥയിലും ജലത്തിന് കഴിയും. ഏതവസ്ഥയിലും പോകാനും നിൽക്കാനും. ഈ വ്യക്തികളും അങ്ങനെ തന്നെയാണ്. ഏത് അവസ്ഥയിൽ നമ്മളോട് പെരുമാറാനും മേടിക്കാനും കൊടുക്കാനും ഒക്കെ നല്ല മിടുക്കർ തന്നെയാണ്. പക്ഷെ ധനത്തിനോട് അല്പം ആഗ്രഹം കൂടുതലുള്ളവരായിട്ടാണ് ഈ നക്ഷത്രക്കാരെ കണ്ടുവരാറുള്ളത്. ധനത്തിനോടും ആഭരണങ്ങളോടും ഓരോ വസ്തുവകകളോടും ഈ ആസ്തികളോടും ഒക്കെ കുറച്ച് അല്പം താല്പര്യം കൂടുതലുള്ളവരായിട്ടാണ് ഈ നക്ഷത്രക്കാരെ കണ്ടുവരാറുള്ളത്. കാരണം ശുക്രനാണല്ലോ ഇവർ നക്ഷത്രനാഥൻ. അപ്പോൾ ആ ശുക്രൻ്റെ സുഖഭോഗങ്ങളെ വെടിയാൻ ഇവർക്ക് ഒരിക്കലും താല്പര്യമില്ല. എപ്പോഴും സുഖങ്ങൾ ഇവരെ വിട്ടൊഴിയാനും ഇവർക്ക് താല്പര്യമില്ല. ശുക്രൻ ഇവരെ വിട്ടു പോകത്തുമില്ല. അപ്പം ഏത് കഷ്ടപ്പാടിലൊക്കെ നിന്നാലും ഇവർക്ക് കുറച്ചെങ്കിലും മാറ്റം സുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും. കാരണം ഈ സുഖാനുഭവങ്ങൾ ഈ ശുക്രനെ ഇങ്ങനെ പിന്തുടരുന്നതുകൊണ്ട് സുഖാനുഭവങ്ങൾ ഇവരെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു നക്ഷത്രമാണ് ഈ പൂരാട നക്ഷത്രം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവർ കൂടുതലും ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ, വിദ്യാഭ്യാസത്തിൽ ഒരുപാട് ഉന്നമനത്തിലെത്തുമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ ജീവിത പന്ഥാവിൽ ഏത് അവസ്ഥയിലെത്തിയാലും ഒരു ബിസിനസ് ആവട്ടെ, ഒരു നല്ലൊരു ടൈലർ ആവട്ടെ, അല്ലെങ്കിൽ ഒരു ഗൃഹപരിപാലകയാകട്ടെ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കർ ആവട്ടെ, അങ്ങനെ ഇവർ ഏതൊരു അവസ്ഥയിലെത്തിയാലും ആ ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റായിട്ട് ചെയ്യും. ഒരു മനുഷ്യരെ കൊണ്ട് അത് കൊള്ളത്തില്ല, അല്ല നിങ്ങൾ ശരിയല്ല, അല്ല നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ശരിയല്ല, ഒരിക്കലും ഇവർ കേൾപ്പിക്കാൻ ഇടവരത്തില്ല. കാരണം ഈ കഠിനാധ്വാനികളാണ്. അപ്പം ഒരു തൊഴിൽ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ ഇവരെ വളരെ താല്പര്യമായിരിക്കും. ഒരു നിസ്സാരം ഒരു ഗൃഹജോലി ചെയ്യുന്നൊരു സ്ത്രീയാണെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ ഒരു ഹോം നേഴ്സാണെന്ന് വിചാരിക്കുക. അങ്ങനെ ഏത് ജോലികൾ ചെയ്താലും ഇവർ നല്ല പെർഫെക്റ്റോടും നല്ല ഡീസൻ്റായിട്ട് തന്നെ ചെയ്യും. അതുകൊണ്ട് ഇവർക്ക് ഏത് മേഖല ജോലി ചെയ്യാൻ ചെന്നാലും ആ ജോലി സ്ഥലത്തെ മേലധികാരികൾക്കാകട്ടെ, അല്ലെങ്കിൽ ഇവർ ഏത് മേഖല ജോലി ചെയ്താലും അവിടുത്തെ ആൾക്കാർക്കൊക്കെ ഇവർ പ്രിയപ്പെട്ടവരാകും. കാരണം ഒരു മടിയില്ലാതെ ജോലി ചെയ്യും. അങ്ങനെയുള്ളവരെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഒരു കാര്യത്തിന് ഒരു മടി പറയാതെ ഏൽപ്പിക്കുന്ന ജോലി കൃത്യമായി ചെയ്യുന്നവരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ. ആ ഗുണം ഇവരിൽ എപ്പോഴും നിഴലിച്ച് കാണാം. പിന്നെ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കത്തുമില്ല. ഒരു കാര്യം നമ്മൾ ചെയ്യാമോ എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഇതൊന്ന് ചെയ്യുമോ, എന്നെ ഒന്ന് സഹായിക്കാമോ, ഇതൊന്നും ചെയ്യാം, അവർ അപ്പം തന്നെ ആ കാര്യത്തിന് അവർ മുന്നിട്ടിറങ്ങും. ഏതൊരു കാര്യത്തിനും നമ്മളൊരു ഈ ശാരീരികപരമായിട്ടും കായികപരമായിട്ടൊക്കെ ചെയ്യേണ്ട ഒരു ജോലികളൊക്കെയാണല്ലോ ഇവർ നമ്മളെ സഹായിക്കാൻ യാതൊരു മടിയില്ലാതെ മുന്നിട്ടിറങ്ങും. പിന്നെ ആതുര ശുശ്രൂഷ, ആതുര സേവനമൊക്കെ ഇവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയാണ്. പക്ഷെ കോപിപ്പിച്ചാൽ അനനിയന്ത്രിതമായിട്ട് കോപിച്ച് എത്ര മാത്രം കോപിഷ്ടയാകാം അതെല്ലാം ചെയ്യും. ക്രൂര വാക്കുകളൊക്കെ വായിന്ന് വരും. എതിർഭാഗത്ത് നിൽക്കുന്നവർക്ക് എന്ത് തോന്നുമെന്നോ അവർക്ക് എന്താണ് വിചാരമെന്നൊന്നും. കാരണം ഈ ചൊവ്വായുണ്ടല്ലോ, ചൊവ്വായുടെ അപഹാരം ഉള്ളതുകൊണ്ട് എപ്പോഴും അങ്ങനെയുള്ള ക്രൂരഭാവം പറയാനും ക്രൂരത ചെയ്യാനൊന്നും ഒരു മടിയില്ല. പക്ഷേ പിന്നെ അടുത്ത നിമിഷം തന്നെ ആലോചിക്കും.
അത് വേണ്ടിയിരുന്നില്ല, ആ സമയത്ത് അത് പറയേണ്ടിയിരുന്നില്ല, അത് ചെയ്യണ്ടായിരുന്നു, അങ്ങനെ ചെയ്ത് തെറ്റായി പോയല്ലോ എന്ന് 100 വട്ടം ഇവർ ചിന്തിക്കും. പക്ഷേ പറഞ്ഞാൽ വെട്ടൊന്നേ തുണ്ടൻ രണ്ട് എന്ന് മാത്രം ഇവരുടെ അഭിമതം. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നാണ് ഇത് എല്ലാ കാര്യത്തിനും ഇവർക്ക് തീരുമാനം എടുക്കുന്നത്. അല്ലെ രണ്ടാമതൊന്നും ആലോചിക്കത്തില്ല, മറ്റുള്ളവർ അങ്ങനെ ചെയ്യണോ അല്ലെ ഇങ്ങനെ ചെയ്യണോ അല്ലെ അങ്ങനെ ആകാം അല്ലെ ഇങ്ങനെ ആകാമെന്ന് ചിന്തിക്കുന്ന നേരം കൊണ്ട് നമ്മൾ എള്ള് ഇവർക്ക് കൊടുക്കുവാണെങ്കിൽ ഇവർ എണ്ണയെന്നായിരിക്കും ചിന്തിക്കുന്നത്. അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. നമ്മൾ എള്ള് കൊടുത്ത് ആട്ടിയ പണ്ടൊക്കെ എണ്ണ ഉണ്ടാക്കുന്നത്, നമ്മൾ എണ്ണ എടുക്കുന്നത് എള്ള ആട്ടി എടുത്താണ് എള്ളെണ്ണ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ സമയം പിടിച്ച് ചക്കിലിട്ട് പണ്ടത്തെ മനുഷ്യർക്ക് അറിയാം, ഇപ്പോഴത്തെ ആൾക്കാർക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ആട്ടിയെടുത്താണ് എണ്ണയാക്കിയത്. അപ്പം നമ്മളപ്പോൾ എള്ളെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവർ എണ്ണയെന്ന് ചിന്തിക്കുക. അത്ര സഡൻ എല്ലാ കാര്യങ്ങളും ഇവർ അപ് ടു ഡേറ്റ് എല്ലാ കാര്യങ്ങളും ചടയെന്ന് അങ്ങ് തീരുമാനം എടുത്തങ്ങ് പോവുക. പക്ഷേ അതിനകത്ത് നല്ലതും വരാം, ചിലപ്പോൾ മരുമരാഴികയും വരാം. പക്ഷേ 100 വട്ടം ആലോചിക്കും, അങ്ങനെ വേണ്ടിയിരുന്നില്ല, എടുത്തിയാട്ടം വേണ്ടായിരുന്നു, അല്ലെ അന്നെടുത്ത തീരുമാനം തെറ്റായിപ്പോയി. ഒരു വിവാഹ കാര്യങ്ങളിലൊക്കെ ഇവരിങ്ങനെ കാണിക്കാറുണ്ട്. വിവാഹ ബന്ധങ്ങളിലായിട്ട് ഒരു പ്രേമബന്ധങ്ങളിലും പ്രണയത്തിലൊക്കെ വളരെ ഇഷ്ടമുള്ളവരെ ഇവർ. അപ്പം നമ്മുടെ ശുക്രൻ്റെ ഒരു സഹവാസം ഇവരിലുള്ളതുകൊണ്ട് ശുക്രൻ അങ്ങനെയാണ്, പ്രണയത്തിനും വൈകാരിക മേഖലയിലൊക്കെ ഇടപെടുന്നയാളാണ്. അപ്പം ഭോഗതൃഷ്ണകളിലും ഒക്കെ ഇടപെടുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ശുക്രൻ്റെ ഇതുള്ളതുകൊണ്ട് ഇവർ എപ്പോഴും അങ്ങനെ പ്രണയിക്കാനും പ്രണയിക്കപ്പെടാനും ഒക്കെ താല്പര്യമുള്ളവരാണ്. അങ്ങനെ മിക്കവാറും പ്രണയവിവാഹത്തിലൊക്കെ ഇവർ ഇടപെടാനും താല്പര്യപ്പെടുന്നവരാണ്. എതിർ ലിംഗത്തോട് താല്പര്യം കൂടുതലായിട്ടും ഒക്കെ വരുന്ന ഒരു നക്ഷത്രമാണ്. അത് തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ശുക്രൻ ഇവർക്ക് എപ്പോഴും അനുകൂല ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നല്ല ആടയാഭരണം, നല്ല വസ്ത്രങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ ഏത് തരം നല്ല സുഖമായ എപ്പോഴും സുഖമായിട്ട് തന്നെ ഇരിക്കണം, സുഖിച്ചിരി ജീവിക്കണം, എല്ലാം മുൻപന്തിക്ക് എല്ലാം സുഖം തന്നെ അവരുടെ എല്ലാത്തിൻ്റെ മുദ്രാവാക്യം. സുഖം വിട്ടൊരു കളിക്കില്ല, അല്ല ഒത്തിരി അങ്ങ് കിടന്ന് കഷ്ടപ്പെടാൻ, ഒത്തിരി അങ്ങ് അലയാനൊന്നും. ഇപ്പോൾ ഒരു ഹാർഡ് വർക്ക് ചെയ്ത് ചിരിക്കുകയെന്ന് വെക്കുക, അപ്പം തന്നെ സ്റ്റേബിളായിട്ടൊരു സ്ഥലത്ത് പോയി ഇരിക്കുക, സുഖമായിട്ടൊന്ന് കാലും നീട്ടി ഒന്ന് വിശ്രമിച്ചൊക്കെ ഇരിക്കാൻ അപ്പം തന്നെ അവർക്കുള്ള അവസരം അവരൊരുക്കും. അല്ലാതെ രാപകലില്ലാതെ അധ്വാനിക്കുകയൊക്കെ ശരിയാണ്, പക്ഷേ സുഖം വിട്ടൊരു കാര്യം അവർ ചെയ്യത്തില്ല. ഇതൊക്കെ ചെയ്താലും സുഖം എപ്പോഴും കാക്ഷിക്കുന്ന നക്ഷത്രക്കാരാണ്. എന്നാൽ സുഖം ഒരു കാലം ഇവരെ വിട്ടു പോവുകയുമില്ല, കാരണം ശുക്രൻ എപ്പോഴും ഇവരോട് ഒത്തുചേർന്ന് നടക്കുന്നതുകൊണ്ട് ശുക്രൻ ഇവർക്ക് എപ്പോഴും നല്ല അനുകൂല ഭാവങ്ങളിൽ തന്നെ നിൽക്കും. എത്ര കഠിനമായ മേഖലയിൽ കടന്നുപോയാലും എത്ര ദുരിതത്തിലും ദുഃഖത്തിലും ഒക്കെ കിടക്കുന്നവരായിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു മധ്യവയസ്സ് വരെ ഇവർക്ക് എപ്പോഴും കഷ്ടപ്പാടും ഒക്കെ ആയിരിക്കും. ബാലാരിഷ്ടകൾ, കുടുംബത്തിലെ അസ്വാരസ്യങ്ങൾ, ബാല്യവും ശൈശവും ഒക്കെ വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷം ഉള്ളവർ തന്നെയാണ് ഈ പൂരാട നക്ഷത്രക്കാർ. ബാലാരിഷ്ടകളൊക്കെ ചെറുപ്പത്തിൽ വരും. പക്ഷെങ്കിൽ ഈ ഉയർച്ച താഴ്ചകളിൽ എപ്പോഴും തട്ടിയും തടഞ്ഞും ഇവർ പോകും. പക്ഷെ ഒരു 40 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവർക്ക് നല്ലൊരു കാലം ഇവർക്ക് വരും. ഏത് വഴിയാണെന്ന് വിചാരിച്ചത്, കാരണം ഈ കഠിനാധ്വാനികളാണ്, നല്ല ഈശ്വരവിശ്വാസികളാണ്. പക്ഷെ ആരും പറഞ്ഞാൽ പെട്ടെന്നൊന്നും അംഗീകരിക്കത്തില്ല. നമ്മൾ ആരിലും ഉപദേശിക്കുക, അല്ലെങ്കിൽ നമ്മൾ ആരിലും അനുസരണ പഠിപ്പിക്കുക, അല്ലെ ഇവരെ നമ്മൾ ഇതുപോലെ നിങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഇതുപോലെ ജീവിക്കാൻ പറഞ്ഞാൽ ഒട്ടും ഇവർ കേൾക്കത്തില്ല. സ്നേഹഭാവത്തിൽ പറഞ്ഞാൽ കേട്ടാലായി, സ്നേഹഭാവത്തിൽ പറഞ്ഞാൽ ഒരു പക്ഷേ മനസ്സിലാക്കും, ഹൃദിസ്ഥമാക്കും. ഓ ശരി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മളോട് ആ സ്നേഹത്തിൽ കീഴ്പ്പെടുത്തി ചെയ്യിക്കാവുന്നല്ലാതെ ഒരു കോപ സ്വഭാവത്തിൽ അല്ലെങ്കിൽ ഒരു ഉപദേശ ഭാവത്തിൽ പറഞ്ഞാൽ നടക്കത്തേ ഇല്ല. ഇവർ അത് റിജക്റ്റ് ചെയ്ത് പൊട്ടിച്ചെറിഞ്ഞ് ഇവർ പുറത്തിയാടും. അങ്ങനെ അത് പിന്നെ മറ്റുള്ളവരെ അനുസരിപ്പിക്കാൻ നല്ല താല്പര്യമുള്ളവരുമാണ്. മറ്റുള്ളവർ നമ്മൾ കുടുംബാംഗങ്ങളെ മുഴുവനും അനുസരണയിലും ചിട്ടയിലും നിർത്തും. ഭർത്താവിനെയാട്ടെ, മക്കളെയാട്ടെ, അല്ലെങ്കിൽ കൂടപ്പറപ്പുകളെയാട്ടെ, അയൽവാസികളാട്ടെ എല്ലാവരും നല്ല ഇഷ്ടംപോലെ സുഹൃത്തുക്കളും കാണും. ഇഷ്ടം പോലെ, കാരണം ഈ സുഹൃത്തുക്കളോട് നല്ലവണ്ണം പെരുമാറും. കാരണം ഒരു കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഒരു കാര്യം കടം ചോദിച്ചാലൊക്കെ പൈസ പെട്ടെന്ന് എടുത്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എടുത്തിയാട്ടമാണല്ലോ ഇപ്പോഴും. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇവരോട് ഇഷ്ടം തോന്നും, കാരണം പെട്ടെന്ന് ഈ സ്നേഹം വരുന്നതും ഒക്കെ. പക്ഷെ ചില സന്ദർഭത്തിൽ അമിതമായിട്ട് സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും അകാരണമായി അമിതമായും കോപിക്കുന്നതാണ്. ആ സമയം ഈ ഒത്തു നിൽക്കുന്നവർ, സ്നേഹിച്ച് നിൽക്കുന്നവരൊക്കെ പതറിപ്പോകും. ഇതെന്താ ഇവരിങ്ങനെ, ഇവരുടെ സ്വഭാവം ഇതാണോ എന്നോർത്ത് പകച്ച് പല സമയങ്ങളിലും പോകാറുണ്ട്. പക്ഷെ അടുത്ത ക്ഷണം തന്നെ ഇവർ ആ ജലമല്ലേ, പെട്ടെന്ന് അവസ്ഥ മാറുമല്ലോ, ഉടൻ തന്നെ അവരോട് പൊരുമയായി സ്നേഹിച്ച് അവരെ കൂടെ കൂട്ടും. അപ്പോൾ അതുകൊണ്ട് ധാരാളം ഉറ്റ മിത്രങ്ങളും സുഹൃത്തുക്കളും കാണും. പിന്നെ സ്വന്തം ഭവനത്തിനും സുഹൃത്തുക്കൾക്കും മറ്റുള്ള സ്നേഹിതർക്കും ഒക്കെ ധാരാളമായി സഹായിക്കാനും മനസ്സുള്ളവരാണ്, സഹായിക്കുകയും ചെയ്യും. സാമ്പത്തികമാവട്ടെ മറ്റുള്ള കാര്യങ്ങളായിട്ട് കുടുംബാംഗങ്ങളെക്കാളും കൂടുതലായിട്ട് സ്ഥാനവും സ്നേഹവും കൊടുക്കുകയും ചെയ്യും. സുഹൃത്തുക്കൾക്കൊക്കെ നല്ല സ്ഥാനം കൊടുത്ത് സ്നേഹിക്കുകയും ചെയ്യും, സഹായിക്കുകയും ചെയ്യും. പക്ഷേ പെട്ടെന്ന് സ്വഭാവം മാറുന്നുണ്ട്. ഏത് സമയമാണ് ഇവർ കോപിക്കപ്പെടുന്നത്, ഏത് സമയമാണ് ഇവരുടെ ഇപ്പോൾ ഉള്ള ഈ സ്വഭാവം മാറുന്നതെന്ന് നമ്മൾ ഭയപ്പെടും. ഇവരുടെ കൂടെ ഉള്ളവരെ ഈ സ്വഭാവം ഇങ്ങനെ സ്റ്റേബിളായാൽ മതിയായിരുന്നു, ഇപ്പോൾ ഉള്ള സ്വഭാവം നോക്കും. പക്ഷേ ഇല്ല, മിനിറ്റിന് സ്വഭാവം മാറും. അത് ഈ കൂടെ നിൽക്കുന്നവരെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ ജീവിത പന്താവിൽ നല്ലോണം, ഞാൻ പറഞ്ഞല്ലോ, നല്ലോണം പോരാടി നല്ലോണം വിജയിച്ച് മുന്നേറുന്ന നക്ഷത്രം തന്നെയാണ് പൂരാടം. ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആയതുകൊണ്ട്, കഠിന അധ്വാനികളായതുകൊണ്ട് ഇവർ ജീവിതത്തിൻ്റെ ഏത് പന്താവിലും ഉയർന്നു കയറും.
അങ്ങനെയുള്ളൊരു ഉയർന്നു കയറുക തന്നെ ചെയ്യും. ഏത് തരം ചെറിയ ജോലിയാവട്ടെ, വലിയ ജോലിയാവട്ടെ, ഇടത്തരം ജോലിയാവട്ടെ, അതെല്ലാം അവരെ ഏൽപ്പിക്കുന്ന കാര്യം വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യും, നീറ്റായിട്ട് ചെയ്യും. ആരെക്കൊണ്ടും കൊള്ളത്തില്ലെന്നോ അല്ലെങ്കിൽ ഇത് ശരിയായില്ലെന്നോ പറയിപ്പിക്കത്തില്ല. അപ്പം അങ്ങനെ ഒരുപാട് നന്മകളും അതേപോലെ ഈ ദേഷ്യഭാവങ്ങളും പ്രൗര്യഭാവങ്ങളും ഒക്കെ ഈ സ്വഭാവം ഈ വ്യാഴത്തിൻ്റെ അപകാരവും ഈ ശുക്രൻ്റെ അപകാരവും ചൊവ്വായുടെ ഒക്കെ ഉള്ളതുകൊണ്ട് ഈ മാറി 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 നിസ്റ്റേബിളായിട്ടൊരു സ്വഭാവം തന്നെ നിഴലിക്കുന്ന നക്ഷത്രം തന്നെയാണ് പൂരാട നക്ഷത്രം. അപ്പോൾ അങ്ങനെയാണ് ഇവരെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ജീവിത പന്താവിൻ്റെ ഉയർച്ചയിൽ എത്തുക തന്നെ ചെയ്യും. ഒരുപാട് ഹൈറ്റ്സിലുള്ള ജോലി കിട്ടിയില്ലാത്ത ഏതാനും വ്യക്തികൾക്കൊക്കെ അങ്ങനെ കിട്ടുന്നില്ലെന്ന് വരാം പൂരാടംകാർക്ക്. പക്ഷേ ഏത് മേഖല ചെന്നാലും ഇവർ ഒന്നാം സ്ഥാനം വഹിച്ച് ഇവർ രക്ഷപ്പെട്ട് കയറുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. എന്നാൽ ജീവിതത്തിൻ്റെ 40 വയസ്സൊക്കെ കഴിയുമ്പോൾ ഉന്നമനത്തിലെത്തുന്നതായിട്ടും നക്ഷത്രത്തിൽ കണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഗുണപ്രദമായ ഒരു നല്ല നക്ഷത്രം തന്നെയാണ് പൂരാട നക്ഷത്രം. പിന്നെ ഇവർ ജപിക്കേണ്ട നാമം എന്ന് പറഞ്ഞാൽ ഓം ജലദോഭ്യോ നമ എന്ന് ജപിക്കണം. ജലമാണല്ലോ നക്ഷത്ര ദേവത, അപ്പം ജലദോഭ്യോ നമ. പിന്നെ ഓം ബൃഹസ്പതിയെ നമ, അല്ലെ വ്യാഴത്തിൻ്റെ മറ്റൊരു പര്യായമാണ് ബൃഹസ്പതി. അപ്പം ബൃഹസ്പതിയെ നമ. അപ്പോൾ ചൊവ്വായ ഗുരുവേ നമ, ഗുരുഭ്യോ നമ, അങ്ങനെയൊക്കെ ജപിക്കുന്നവർക്ക് നല്ലതാണ്. അതുപോലെ ഓം ശുക്രായ നമ എന്ന് ജപിക്കാം. ഓം ശുക്രായ നമ എന്ന് തീർച്ചയായും ജപിക്കണം. ശുക്രനാണ് നക്ഷത്രനാഥൻ. പിന്നെ അന്നപൂർണേശ്വരിയും ലക്ഷ്മി ദേവിയും ഒക്കെ ശുക്രനെ ഭജിക്കുമ്പം കൂടെ ഭജിക്കുന്ന ഏറ്റവും നല്ലതാണ്. അപ്പോൾ അങ്ങനെയും ഭജിക്കാൻ നല്ലതാണ്. പിന്നെ ശുക്രൻ്റെ അനുഗ്രഹം കൂടുതലായി ലഭിക്കുവാൻ വേണ്ടി നവഗ്രഹങ്ങളുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് ശുക്രൻ്റെ പൂജകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഇവരുടെ നക്ഷത്രത്തിനെ എപ്പോഴും പ്രീതിപ്പെടുത്തണം. നക്ഷത്രനാഥൻ ഇങ്ങനെ ആയതുകൊണ്ട് എപ്പോഴും ശുക്രനെ പ്രീതിപ്പെടുത്തുന്ന പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യണം. അന്യരെ സഹായിക്കണം. സാമ്പത്തികമായിട്ട് ഉന്നമനത്തിൽ ഉയർച്ചയിലൊക്കെ വരുമ്പോൾ പാവങ്ങളെ സഹായിക്കാനുള്ള മനസ്സ് കാണിക്കണം. അതുപോലെ വൃദ്ധരെ ഒക്കെ സഹായിക്കണം. ആർക്കെങ്കിലും ഭക്ഷണ സാധനങ്ങളൊക്കെ ഈ പാവപ്പെട്ടവർക്ക് അന്നദാനം കൊടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് വളരെ നല്ലതാണ് പൂരാട നക്ഷത്രക്കാർക്ക്. അപ്പം പിന്നെ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ നിങ്ങളുടെ കുടുംബദേവത, ദേശദേവത, ഇഷ്ടദേവത ഇവരെയൊക്കെ ഭജിക്കുക. അമ്മയുടെ തറവാട്ട് ക്ഷേത്രത്തിൽ പോയിട്ട് കുടുംബദേവതയ്ക്ക് പുഷ്പാർച്ചന കഴിപ്പിക്കുക, എണ്ണവിളക്ക് കത്തിക്കുക, നാളും പേരും പറഞ്ഞ് ഭാഗ്യസൂക്തങ്ങൾ ചെയ്യുക, ചെത്തിപ്പൂമാല കൊടുക്കുക ദേവീക്ഷേത്രത്തിൽ. അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങളുടെ അനുഗ്രഹം കൂടുതലായിട്ട് വർദ്ധിപ്പിക്കാൻ തന്നെ നിങ്ങൾക്ക് നല്ലതാണ്. എല്ലാവരോടും നല്ല ഭാവത്തിലും സ്നേഹത്തിലും വസ്ത്രണഭാവത്തിലും പെരുമാറുക. അപ്പം എല്ലാ നന്മകളും ആയുരാരോഗ്യങ്ങളും നിങ്ങളുടെ ഈ പൂരാട നക്ഷത്രക്കാർക്കും നേരുന്നു, മറ്റുള്ള നക്ഷത്രക്കാർക്കും നേരുന്നു. അടുത്ത ദിവസം ഉത്രാട നക്ഷത്രത്തെ നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.